മലയാളിയായ കുമരി അബൂബക്കർ വിജയിച്ചത് തമിഴ്നാട്ടിലാണ്. ആത്മീയ ഗാനാലാപനം ജീവിത നിയോഗമായി ഏറ്റെടുക്കുകയായിരുന്നു ഈ പ്രതിഭ. ഉമർ പുലവർ രചിച്ച സീറ പുരാണത്തെ ജനകീയമാക്കിയ കുമരി അബൂബക്കറെ പരിചയപ്പെടുക. മുത്തുത്തനുദിത്ത് തെളിവൊളി വട്ടത്തമയുற்று തരുമിശை മുற்பട്ടൊരു പച്ചை തടൈമയിൽ വടിവാകി മുത്തുത്തനുദിത്ത് തെളിവൊളി വട്ടത്തമയുற்று തരുമിശை ആദം അലൈഹിസ്സലാം മുതൽ മറ്റുള്ള എല്ലാ നബിമാരും അങ്ങനെ 51ാമത്തെ തലമുറയിലാണ് റസൂലുള്ളാഹിയുടെ ജനനം. അബ്ദുല്ല 51ാമത്തെ തലമുറ. അങ്ങനെ ആദം അലൈഹിസ്സലാം മുതൽ നബിമാരുകളെല്ലാം ഇബ്രാഹിം അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം, ഇങ്ങനെ ഈ നബിമാരെല്ലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഈ നബിമാരെല്ലാം വരും. അതിൻ്റെ അപ്പുറമാണ്, അതാണ് ഈ പുരാണം, പഴയ കാലം തൊട്ടുള്ള ചരിത്രങ്ങൾ പറയുന്നത് കൊണ്ടാണ് സീറ പുരാണം, നബിയുടെ ചരിത്രം പുരാണം, പഴയ കാലത്ത് കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് സീറ പുരാണം എന്നുള്ള പേര്. ആശാൻ കഥാപ്രസംഗം പഠിപ്പിക്കുമ്പോൾ ഈ സീറ പുരാണത്തിൻ്റെ ചില പദ്യങ്ങൾ, അതിലുള്ള ചില കവികൾ എടുത്ത് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും, ഇത് മനസ്സിലാവണില്ല മാമ എന്ന് പറയുമ്പോൾ പറയാം, എടാ ഇത് ഉമർ പുലവർ എഴുതിയ തമിഴാണെടാ, എനിക്ക് ഞാനെന്താ ചെയ്യുക, അത് പടി എന്നൊക്കെ ഇങ്ങനെ പറയും. അത് മലയാളത്തിൽ പകർത്തിയതാണ് നബിയുടെ ജീവിത ചരിത്രം കഥാപ്രസംഗം. അങ്ങനെ 1957, 58, 59 പ്രസിദ്ധമായ പാറശാല സ്കൂൾ, പിന്നെ കടയാലമൂട്, പനച്ചമൂട്, പൂവാറ്, ഭീമാപള്ളി, ഈ പ്രസിദ്ധമായ പള്ളികളിലെല്ലാം ഇത് കഥാപ്രസംഗമായിട്ട് ഞാൻ അവതരിപ്പിച്ചു. വലിയ പേരും ഉണ്ടായിരുന്നു, തമിഴിൽ തന്നെ. എല്ലാ സ്തുതിയും നിനക്കല്ല, ഇത് നമ്മളെ മാപ്പിളപ്പാട്ടും. പ്രവാചക കീർത്തനങ്ങൾ മനസ്സറിഞ്ഞു പാടുമ്പോൾ കുമരി അബൂബക്കറിന് ഇന്നും എന്തെന്നില്ലാത്ത ആത്മനിർവൃതിയാണ്. എല്ലാ സ്തുതിയും നിനക്കല്ല. പതിറ്റാണ്ടുകളായി തമിഴ്നാട്ടിലും പുറത്തും പ്രവാചക കീർത്തനാലാപനത്തിന്റെ മറുവാക്കുകൂടിയാണ് ഈ മനുഷ്യൻ. അല്ലമിനഹും യാസീൻ നബിയെ ഞങ്ങൾക്കേകി നീയല്ല. തമിഴ് മനസ്സകങ്ങളിൽ സീറ പുരാണം എന്ന് പറഞ്ഞാൽ മലയാളിയായ കുമരി അബൂബക്കറാണ്. ഇതിനകം ആയിരക്കണക്കിന് വേദികളിൽ പ്രവാചക കീർത്തനങ്ങൾ ആലപിച്ചിരിക്കുന്നു. കുമരി അബൂബക്കറിന്റെ ഹൃദയഗീതങ്ങൾ ഇന്നും അനുവാചകനുമായി വല്ലാതെ സംവദിക്കുന്നു. ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഈ കഥാപ്രസംഗം അവിടെ ചെന്ന് നോക്കിയിട്ട് ഒടുവിൽ ഒരന്തമില്ലാതെ ബീഡി ജോലി ചെന്ന് പിന്നെ ഗവൺമെൻറ് ജോലിയിലായി. ആദ്യം PWDയിലായി. PWD കഴിഞ്ഞ് 1965 ഇന്ത്യൻ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് അതിൽ ഫിറ്ററായി ചേർന്നു. അതിലൊരു 10-30 കൊല്ലം ഉണ്ടായിരുന്നു. 93 റിട്ടയർഡായി. ആ സമയം ഈ സമയം കിട്ടുമ്പോൾ വൈകുന്നേരമൊക്കെ ഈ മുസ്ലിങ്ങൾ അധികം തിരിഞ്ഞു നോക്കുമ്പോൾ താൻ കടന്നു വന്ന വഴികളെക്കുറിച്ച് ഓർക്കുമ്പോൾ അബൂബക്കറിന് എന്തെന്നില്ലാത്ത അത്ഭുതം. അപ്പോൾ ഈ കാസിം പുലവർ, കായൽ പട്ടണത്തിൽ ജനിച്ച കാസിം പുലവർ തിരുപ്പുകഴ് എന്ന് പറഞ്ഞിട്ട് ഒരു 100 പാട്ടുണ്ടാക്കിയിട്ടുണ്ട്, 140. അത് കടുത്ത നട, അത് തമിഴ് വായിക്കാനേ കിട്ടൂല. അത് സാധാരണ തമിഴ് നടയിൽ പെടില്ല, അത്ര ബുദ്ധിമുട്ട്. അത് TM സൗന്ദരരാജൻ ഒരു കാലത്ത്, അദ്ദേഹം ഒരു 10-40 കൊല്ലത്തിന് മുമ്പേ അരുണഗിരിനാഥർ തിരുപ്പുകഴ് എന്ന് പറഞ്ഞ് മുരുകനെ പറ്റി പാടിയത്. അതേ ചന്തം, അതേ നട, അതേ രാഗത്തിൽ കാസിം പുലവരപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ആ കാലം അവരത് അറിയുന്നില്ല, ഇത് ഏതാണ് ട്യൂണോ എന്തോടെ. അത് തമിഴ്നാട്ടിലല്ല ഇന്ത്യ ഒട്ടുക്കും അങ്ങനെ ഒരാളില്ല പാടാൻ. അതിപ്പോൾ ഒരാൾ ഞാനേ ഉള്ളൂ. അതിൻ്റെ വാർത്തകൾ കാസിം പുലവരപ്പ പറയുന്നത്, മുത്തുത്തനുദിത്ത് തെളിവൊളി വട്ടത്തമയുற்று തരുമിശை മുற்பട്ടൊരു പച്ചை തടൈമയിൽ വടിവാകി. മുത്തുത്തനുദിത്ത് യക്കീൻ മരത്തിൽ മയിൽ വടിയുമായിരുന്നു. അതിൽ നിന്നും ഈ ലോകമുണ്ടായതും
അതിൻ്റെ വിവരങ്ങളെല്ലാം കസസുല്ലി അമ്പിയയിലുള്ള എല്ലാ വാക്കുകളും അതിൻ്റെ അകത്ത് അങ്ങേരെ ഉപയോഗിച്ചു. മകന്റെ കുടുംബത്തോടൊപ്പം റമദാൻ ദിനങ്ങൾ ചെലവിടാൻ UAE-യിൽ എത്തിയതാണ് കുമരി അബൂബക്കർ. തിരുവനന്തപുരത്തുകാരനായ ഈ പ്രതിഭ 1959 മദ്രാസിലേക്ക് പോകുമ്പോൾ മനം നിറയെ കോടമ്പാക്കത്തെ സിനിമാ ലോകമായിരുന്നു. കൂട്ടുകാരും പറഞ്ഞ് അവർക്ക് തൊണ്ടയെല്ലാം നല്ലതായിരിക്കണം, നല്ല പാട്ടൊക്കെ വളരെ നന്നായിരിക്കണം, നമുക്ക് സിനിമയിൽ ചാൻസ് കിട്ടും, നീ എൻ്റെ കൂടെ വാ മെട്രാസിൽ സ്റ്റുഡിയോയിലൊക്കെ നല്ല ചാൻസ് ഉണ്ട്. ഇവന് ഒരു ഹോട്ടലിൽ ജോലി, അനിരുദ്ധ എന്ന് പറയും, നല്ല കൂടെ പഠിച്ചത്. അപ്പം നമ്മളെ ഉപ്പ അതിന് സമ്മതിച്ചില്ല, വേണ്ട പോകണ്ട, ഇതിലായിരുന്നു വേറെ എല്ലാ ജോലിയും, കടയും കച്ചവടങ്ങളും നോക്കാതെ നീന്തണ്ട. ഉമ്മ പറയും പോണെങ്കിൽ പോട്ടെ, പോട്ടെ. അവിടെ ചെന്ന് സിനിമാ സ്റ്റുഡിയോകളൊക്കെ കണ്ട് ഇറങ്ങി ഒരന്തമില്ല. അതൊക്കെ ഒരു പൊയ്യാണ് തന്നെ, ഇതൊക്കെ ഒരു ജീവിതം അങ്ങനെ പോണ്. ഇതിൽ തന്നെ നിരന്തരമായിട്ട് ജീവിച്ച് അങ്ങ് അടിച്ച് പൊക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ വന്നു പോകും. വരുവത് പോൽ വരും, വന്നു പോകും. കണ്ണദാസന്റെ കവിത. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സീറ പുരാണത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കാനായിരുന്നു നിയോഗം. 1642 ജനിച്ച ഉമർ പുലവരുടെ മികച്ച കൃതിയാണിത്. സീറ പുരാണം എഴുതാൻ ഉമർ പുലവരെ പ്രേരിപ്പിച്ചതിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട്. മുസ്ലിങ്ങൾക്ക്, ഇസ്ലാമിയர்களுக்கு ഒരു ചരിത്ര സംബന്ധമായിട്ടുള്ള ഒരു കഥയോ ഒരു കവിതയോ ഇല്ലല്ലോ എന്നുള്ള ഒരാശയിൽ അന്നത്തെ വലിയ ധർമ്മിഷ്ഠനും ശത്തും കുടൈ കൊടുത്താൽ സീതക്കാതി എന്ന് തമിഴിൽ പറയും. മരിച്ച പുറവും അദ്ദേഹം പറഞ്ഞ ആളിന് സക്കാത്ത് കൊടുത്തു എന്ന ചരിത്രം. അങ്ങനെയുള്ള സീതക്കാതി വന്ന് ഉമർ പുലവരെ തേടിപ്പിടിച്ച്, നിങ്ങളെന്തെങ്കിലും ഒന്ന് ചെയ്യ്, നീ വലിയ കവിയില്ലയോ? ഒരിടത്ത് ചോദിച്ചപ്പോൾ ഉമർ പുലവർ പറഞ്ഞ്, ശരി ഞാൻ നോക്കാം, പക്ഷേ എങ്കിൽ റസൂലുള്ളാഹിയെ പറ്റി എനിക്കൊരു കാര്യവും അറിയില്ല, ആരെങ്കിലും അറബിലുള്ള വാർത്തകൾ പറഞ്ഞു തന്നാൽ ഞാനത് തമിഴാക്കി തരാം. 5000-ലേറെ വരികൾ അടങ്ങിയ സീറ പുരാണത്തിന് വിലാദത്ത്, നുബുവ്വത്ത്, ഹിജ്റ എന്നിങ്ങനെ 3 ഭാഗങ്ങളാണുള്ളത്. കാമു ഷെരീഫ് എന്ന സംഗീതജ്ഞനാണ് കുമരി അബൂബക്കറിനെ സീറ പുരാണത്തിലേക്ക് അടുപ്പിക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ സീറ പുരാണം എന്ന് പറഞ്ഞ ഗ്രന്ഥമൊന്നുണ്ട്. അധ്യക്ഷം വഹിച്ച കവി കാമു ഷെരീഫ്, അന്നത്തെ പ്രസിദ്ധ കവി, അദ്ദേഹത്തിൻ്റെ പിടിയിലായി ഞാൻ. പിറ്റന്നാൾ അദ്ദേഹം വിളിച്ച്, തമ്പി പേരെണ്ണപ്പ എന്ന് കേട്ട്, അബൂബക്കർ എന്ന് പറഞ്ഞു. തമിഴ് നല്ല വരുതേ, എന്ത് ഊരെന്ന് കേട്ട് എൻ്റെ അടുത്ത് ഞാൻ പറയാം, അയ്യാ ഞാൻ കന്യാകുമാരി മാവട്ടം அந்த பார்டர் அதான் அவனுங்களுக்கு வரியா ரெண்டும் அவனுக்கு ஒரே மாதிரி சர்வீஸ் ஆனதுனால வரும். நீ ஒரு வேலை செய், சீரா புராணம் ஒன்று ஒரு ரசூலுல்லாஹ்வுடைய சரித்திர வரலாறு கவிதையாக இருக்குது, நீ அதை பாடி விடு, உனக்கு தமிழ் வரும், எனக்கு தெரியுது എന്ന് പറഞ്ഞാൽ ഞാനും ഒരു പരിചയമില്ല. ശരി അയ്യ എന്ന് പറയും. അയ്യ എന്ന് പറഞ്ഞാൽ പെരിയവരെന്ന് പറയുന്നത്. നാഗൂർ ഹനീഫയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. കുമരി അബൂബക്കർ പാട്ടുകൾ ആലപിക്കും, കാമു ഷെരീഫ് അതിന് വ്യാഖ്യാനം നൽകും. അതായിരുന്നു രീതി. അഹമ്മദ് നബി പിറந்தனரே കോതരപ്പഴുത്ത് മധുരമേ കനിந்த കൊവൈവായാരം പെയർവാഴ്ത്തി. തമിഴ്നാട്ടിൽ മാത്രമല്ല, സിംഗപ്പൂർ, മലേഷ്യ എന്നിവിടങ്ങളിലും സീറ പുരാണത്തിന്റെ പാട്ടുകാരനായി. സീറ പുരാണം ഇന്നിപ്പോൾ പുതുതലമുറയ്ക്ക് മുന്നിൽ ജീവിക്കുന്നത് കുമരി അബൂബക്കർ മുഖേനയാണ്. അഹമ്മദ് നബി പിറந்தனரே. പ്രാചീന തമിഴ് പദങ്ങൾ കാരണം തമിഴരിൽ നിന്നു പോലും കൃതി അകലുകയാണ്. കർണാട്ടിക് രാഗങ്ങളിലൂടെ നബിചരിതം പാടുകയാണ് കുമരി അബൂബക്കർ. യാർക്കും തായകമേ நமது உயிர்க்குயிராகிய
മുഹമ്മദ് നബിയേ. തനിക്ക് ശേഷം ഈ ദൗത്യം ഏറ്റെടുക്കാൻ ആളില്ല എന്നതിന്റെ സങ്കടം ഗായകനുണ്ട്. 1937 ഏപ്രിൽ 22 തിരുവനന്തപുരം പൂവാറിന് സമീപം കൊല്ലങ്കോട് പുഴിയൂരിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. വല്യുപ്പ ആലി മൂത്താശാൻ സംഗീത രംഗത്ത് പ്രഗത്ഭൻ. ഈ കവി വരികൾ പഠിക്കുമ്പോൾ നമുക്കും ഈ രാഗം കൂടെ എനിക്കറിയില്ല എവിടെയും വരും എന്നാണ്. അത് കർണാടക ദേവകാന്താരി രാഗം എന്നൊക്കെ പറയും. ഇതൊക്കെ ഞാൻ റസൂലുള്ളാഹി പഠിക്കുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന് പാടും. അതിപ്പോൾ ശരിയാ വരും. ആ മൈക്കോ ശ്രുതിയോ താളമോ ഒന്നുമില്ലാതെ 10 വയസ്സ് മുതൽ തന്നെ മതവേദികളിൽ പാട്ടുകാരനായി. മദ്രാസിൽ സംഗീതരംഗത്ത് ഉദയഭാനുവിനൊപ്പം പ്രവർത്തിച്ചതിന്റെ സംതൃപ്തിയും അബൂബക്കറിനുണ്ട്. ആത്മീയതയും ആലാപനവും നിറഞ്ഞ വഴിയിലെ ആഹ്ലാദകരമായ ജീവിതം, അത് ലഭിച്ചതിന്റെ സംതൃപ്തിയിലാണ് കുമരി അബൂബക്കർ എന്ന ഈ മലയാളി പ്രതിഭ. സംഘവാരിയേഴ് നീ തരാതലങ്ങൾ 7 നീ, തുങ്കവാനം 7 നീ, തുലങ്ക് സ്വർഗം 8 നീ. വീക്കെൻഡ് അറേബ്യയിൽ ഒരു ഇടവേള കൂടി.